ഹലോ ഗൈസ്, കുറേ നാളായില്ലേ നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കുറേ നാളെന്ന് പറഞ്ഞാൽ കുറച്ച് ബിസി ആയിരുന്നു. ബിക്കോസ് നബിദിനത്തിൻ്റെ പരിപാടി, അങ്ങനെ കുറച്ച് എക്സാം ആയിരുന്നു, അങ്ങനെ കുറച്ച് പരിപാടി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു ലോങ് വീഡിയോ, ഇത് അത്രയ്ക്ക് ലോങ് ഒന്നും അല്ല, എന്നാലും കുറച്ച് ടൈമേ കാണൂ. എന്താണെന്ന് വെച്ചാൽ ഒന്നുമല്ല, കുറേ നാളായിട്ട് എനിക്കിങ്ങനെ ലോങ് വീഡിയോ ഇടണമെന്നുണ്ട്. 2 ലോങ് വീഡിയോ ഇട്ടത് എങ്ങനെ ഡിലീറ്റ് ആയിപ്പോയി അറിയത്തില്ല ഗൈസ്. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു ഹൊറർ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് പറയാനാണ് ഞാൻ വന്നത്. എനിക്ക് വലുതായിട്ട് സ്ട്രെയിൻ ചെയ്യാൻ വയ്യ, തൊണ്ടവേദനയാണ്. കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ പറയാം. ഇത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഞാൻ 4ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിക്കും. ഐ തിങ്ക് 2019 ആ ഒരു ടൈം, 2019 ആ സമയത്ത്. അപ്പം ഞങ്ങൾ ഈ വീട്ടിലല്ല, വേറൊരു വീട്ടിലാണ്. അതെന്ന് പറഞ്ഞാൽ ഒരു ഓടിട്ട വീട, ഒരു ചെറിയ വീട്. അവിടെ എന്ന് പറഞ്ഞാൽ കുറേ വീടുകളുണ്ട്, പക്ഷെ അതിൻ്റെ അപ്പുറത്ത് ഒരു സർപ്പക്കാവ് എന്നൊക്കെ പറയും, അതൊരു കാവ. അപ്പോൾ അവിടെ പള്ളി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഏറ്റവും കയറിയാൽ പിന്നെ നമ്മുടെ പള്ളിയിലോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും അവിടെ അമ്പലമുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഈ വരുത്തുപോക്കുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ വരുത്തുപോക്ക് കണ്ടിട്ടില്ല, ബട്ട് ഞാൻ ജിന്നിനെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു സന്ധ്യയ്ക്ക് എൻ്റെ ഉമ്മ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ബാങ്ക് വിളിച്ച് ഫ്രണ്ടിലത്തെ ലൈറ്റ് ഇടാൻ, അതായത് വെളിയിലത്തെ ലൈറ്റ് ഇടാൻ വേണ്ടി. അപ്പം ഞങ്ങളുടെ വെളിയിലത്തെ ലൈറ്റിൻ്റെ സ്വിച്ച് എന്ന് പറഞ്ഞാൽ വെളിയിൽ, ലൈക്ക് ഡോറിൻ്റെ ഇപ്പുറത്തെ വെളിയിലത്തെ സ്വിച്ച്. അപ്പം അതിട്ട് ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പം ഞങ്ങൾക്കൊരു സ്റ്റെപ്പുണ്ട്. ഈ സ്റ്റെപ്പ് കയറിയാലേ ഞങ്ങളുടെ വീട് അവിടം വരെ ഏറ്റവാണ്. അപ്പം ഞങ്ങളുടെ ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റെപ്പുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പ് ആദ്യം ഒരു ലോങ് സ്റ്റെപ്പുണ്ട്, അത് കഴിഞ്ഞ് ചെറിയ 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 സ്റ്റെപ്പുകൾ. അപ്പോൾ ഈ വലിയ സ്റ്റെപ്പിൽ കൂടെ ഒരു ഫുൾ കറുപ്പാണ്, മുഖം കണ്ടില്ല, ഒന്നും കണ്ടില്ല. ഇതിങ്ങനെ നടന്നു പോകുന്നത്. അപ്പം എൻ്റെ അപ്പോഴത്തെ മൈൻഡിലുണ്ടാകുന്ന പറഞ്ഞാൽ, എൻ്റെ ഉമ്മച്ചാമ്മ ഫർദ ഇട്ട്, എൻ്റെ മൂത്തുമ്മയുടെ വീട് അതിൻ്റെ മണ്ടയിലാണ്. അപ്പോൾ ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ അറിയാതെ പോകും. ഞങ്ങൾ അവിടെ വന്നാൽ പിന്നെ കുറച്ച് പ്രശ്നമാണ്, അപ്പം കുരുത്തക്കേട്. അപ്പം ഞങ്ങളെന്താ ചെയ്യുക, ഞങ്ങളെ കൊണ്ടുപോയില്ല ഇടയ്ക്ക്. എന്ന് വെച്ചാൽ ഞങ്ങളുടെ കസിൻസൊക്കെ ഉള്ളപ്പോൾ ഞങ്ങളെ കൊണ്ടുപോകും, അല്ലാത്ത സമയം ഞങ്ങളെ കൊണ്ടുപോയില്ല. അങ്ങനെ ഞാൻ എൻ്റെ മൈൻഡിൽ എന്താ, ഇതെൻ്റെ ഉമ്മച്ചാമ്മയാണെന്ന് പറഞ്ഞ് ഞാൻ പുറകെ പോവാം. നോയിക്കോളെ, എൻ്റെ അഹങ്കാരം. ഞാൻ പുറകെ പോയി 2 സ്റ്റെപ്പ് എടുത്ത് ബാക്ക് വെച്ചപ്പോൾ അത് വാനിഷായി പോടെ. എൻ്റെ അമ്മേ, എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ അപ്പം എൻ്റെ അനിയൻ അതിൻ്റെ പുറകെ പോവാ, ഞാൻ എൻ്റെ അനിയൻ്റെ പുറകെ പോവാ. അല്ലാ, ഇവൻ കൊച്ചിറക്കാം. എനിക്കായത്തേക്ക് ഒരു 5-6 വയസ്സ് കാണും, അത്രേ ഉള്ളൂ. അങ്ങനെ ഇത് വാനിഷായി പോയപ്പോൾ എനിക്കെന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ അവനെയും കൊണ്ട് ഞാൻ ഓടി വീട്ടിൽ വന്നിട്ട് ഉമ്മയെടുത്ത് പറഞ്ഞു, ഉമ്മ ഇങ്ങനെ ഞാൻ ഒരു സാധനത്തിനെ കണ്ട്. അപ്പം ഉമ്മി വഴക്ക് പറയാം, നീ എന്ത് സന്ധ്യയ്ക്ക് നീ എന്തിനാ ഇറങ്ങിപ്പോയേ. അപ്പം ഞാൻ ലൈക്ക്, അയ്യോ അത് ഞാൻ പിന്നെ വേറെ ട്വിസ്റ്റ് എന്താ പറയാമോ, ഈ ഇറങ്ങിപ്പോയ എൻ്റെ ഉമ്മച്ചമ്മ എന്ന് കരുതിയത് അത് ബ്ലാക്ക് സംഭവം ഫറതൊക്കെ ഇട്ട് നമ്മൾ നിസ്കരിക്കില്ല. അപ്പോൾ ഈ നിസ്കരിച്ച് എനിക്ക് ഇറങ്ങിപ്പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. തമ്പുരാനേ, ഞാൻ എൻ്റെ ഉമ്മച്ചമ്മമായി പോയി അപ്പുറത്തെ റൂമിൽ പോയി നോക്കിയപ്പം വെള്ള ഫർദയും കറുത്ത വസ്ത്രത്തിൽ നിസ്കരിക്കുന്നവരെ. എൻ്റെ അമ്മോ, എനിക്ക് ഉമ്മയെടുത്ത് പറയുന്നിടം വരെ ജീവനുണ്ടായിരുന്നു. ഉമ്മച്ചമ്മയെ കണ്ടപ്പോൾ എൻ്റെ പകുതി ജീവൻ പോയി. കാരണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ആദ്യമായിട്ടൊരു സാധനത്തിനെ ഞാൻ കാണുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, എൻ്റെ കുഞ്ഞിൽ എൻ്റെ മൂത്തുമാൻ അനുഭവം വെച്ച് എൻ്റെ മൂത്തുമാൻ്റെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് 1 വയസ്സുള്ളപ്പം എൻ്റെ ഉമ്മയും എൻ്റെ ബാവയും, അവരുടെ ബാവ ഗൾഫിൽ പോകുന്ന പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയപ്പം എൻ്റെ മൂത്തുമ്മയെ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ എൻ്റെ മൂത്തുമ്മ ഒരു റൂം എനിക്ക് പറഞ്ഞ വലിയ വീഴ. അപ്പം മൂത്തുമ്മ, ഞാൻ കിടന്നുറങ്ങുമ്പോൾ മൂത്തുമ്മയുടെ അടുത്ത് കിടപ്പുണ്ട്. അപ്പം ഞാൻ കരച്ചിലൂടെ കരച്ചു. അപ്പം ഞാൻ എൻ്റെ മൂത്തുമ്മ വയ്ക്കുന്നു, കരയിൽ ഉറങ്ങിക്കോ. മാൻ, എൻ്റെ മൂത്തുമ്മയുടെ ചെവിയുടെ മണ്ടയിൽ ഭയങ്കര സ്മെല്ലെന്ന് പറഞ്ഞാൽ ഭയങ്കര ലൈക്ക് എന്താ, ഈ അളിഞ്ഞ ഒരു നാറ്റം ഉണ്ടല്ലോ, അതിങ്ങനെ ചുറ്റിന് ദുർഗന്ധമായിട്ട് എൻ്റെ ചെവി എന്ന് പറയാം
എന്ത് കരയല്ലേന്ന്. എന്നിട്ട് മൂത്തുമ്മയുടെ മുന്നിൽ കൂടെ ഡോർ തുറന്നിട്ട് ഇറങ്ങിപ്പോയി. ഇത് എൻ്റെ അനുഭവമല്ല, എൻ്റെ മൂത്തുമ്മയുടെ അനുഭവം. എൻ്റെ മൂത്തുമ്മ ഞങ്ങളുടെ പറഞ്ഞതാണ്. പിന്നെന്താ, ഇവിടെ വെച്ച് എനിക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ട്. ഇവിടെ വെച്ചെന്ന് പറഞ്ഞാൽ ഇവിടെ വെച്ച് ഞാൻ സൗണ്ടൊക്കെ കേൾക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അല്ലാതെ വേറെ ഇവിടെ കുറേ എണ്ണകൾ കുറേ ഇങ്ങനെയൊക്കെ ആവശ്യം കെട്ടുകഥകൾ ഇങ്ങനെ പറയും. അവിടെ അങ്ങനെ ഇവിടെ ഇങ്ങനെ അപ്പുറത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ചുമ്മാ നമ്മളെ പേടിപ്പിക്കാൻ പറയായിരിക്കും. ഇവിടെ വന്ന സമയത്ത് ഭയങ്കര ഹോറർ സ്റ്റോറീസ് ആയിരുന്നു കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളങ്ങിട്ട് പേടിപ്പിക്കും. ബട്ട് ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. ഞാൻ അല്ലാതെ അങ്ങ് പോയി. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം അങ്ങനെ സൗണ്ടൊന്നും കേൾക്കാറില്ല. ഇപ്പോൾ കുഴപ്പമില്ല. അപ്പം ഗൈസ്, എനിക്ക് ഇത്രയോ പറയാനുള്ളൂ. ഇത് ചെറിയൊരു സ്റ്റോറിയാണ്. അപ്പം ലോങ് വീഡിയോ ഇട്ട് പോയത് കൊണ്ടാണ് ഞാനിതൊരു ലോങ് വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പം എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്താ കമൻറ്റ് ഇടാം കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഹൊറർ സ്റ്റോറി ഉണ്ടെങ്കിൽ പറ, ഞാൻ അത് ലോങ് വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ.